ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. എങ്കിലും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. എങ്കിലും എനിക്ക് പഴയ കാലത്തിൽ ചിലതൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ക്രിസ്തുവിനെ താൻ കണ്ടെത്തിയപ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം താൻ മനസ്സിലാക്കിയപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും, എനിക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതൊക്കെയും, എനിക്ക് ലാഭമെന്ന് ഞാൻ കരുതിയതൊക്കെയും, എനിക്കുണ്ടെന്ന് ഞാൻ കരുതിയതൊക്കെയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നോ അതും ക്രിസ്തു നിമിത്തം സകലതും ഞാൻ ഛേദമെന്നെണ്ണിയിരിക്കുന്നു. എണ്ണുമെന്നല്ല അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എണ്ണിയിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അപ്പോസ്തലനായ പൗലോസ് കിടക്കുന്നത്, ഹല്ലേലൂയ, കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലാണ്. താൻ വീട്ടു തടങ്കലിലാണ് ആയിരിക്കുന്നത്. താൻ റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ഫിലിപ്പ്യ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ താൻ ഈ ലേഖനത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത് സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്നാണ്. കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാണ്. നാം സന്തോഷിക്കണം. ഈ അവസ്ഥയിൽ ആർക്ക് സന്തോഷിക്കുവാൻ കഴിയും? കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ ആർക്ക് സന്തോഷിക്കുവാൻ കഴിയും? എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഈ ലോകത്തിലെ യാതൊന്നും നമുക്ക് സന്തോഷം തരത്തില്ല. ഈ ലോകത്തിലെ യാതൊന്നും നമുക്ക്, ഹല്ലേലൂയ, നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കത്തില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സന്തോഷം നാം അനുഭവിക്കണമെങ്കിൽ ആ കർത്താവ് ആരാണെന്ന് നാം മനസ്സിലാക്കണം. തനിക്ക് പഴയ ഒരു കാലമുണ്ടായിരുന്നു. തനിക്ക് ഈ ലോകത്തെ സംബന്ധിച്ച് സകലതും ഉണ്ടായിരുന്നു. അതെല്ലാം താൻ ഛേദമെന്നെണ്ണിയിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ചിലതൊക്കെ നാം ചവറെന്നെണ്ണിയെങ്കിൽ മാത്രമേ ചിലത് നമുക്ക് നേടുവാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ കുടുംബ മഹിമകളോ നമ്മുടെ പാരമ്പര്യങ്ങളോ ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം ഒന്നായിത്തീരുവാൻ, ഹല്ലേലൂയ, നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ, ആമേൻ, നമുക്കിടയായിത്തീരും. ഇവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ തനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അപ്പോസ്തലൻ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ്. ആ 3-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ താൻ പറയുന്നു, എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. എനിക്ക്, ഹല്ലേലൂയ, ജഡത്തിൽ ആശ്രയിക്കാൻ പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് താൻ പറയുന്നത്? 8-ാം നാളിൽ താൻ പരിച്ഛേദനയേറ്റവനാണ്. ഇസ്രായേൽ ജാതിക്കാരനാണ്. ബെന്യാമിൻ ഗോത്രക്കാരനാണ്. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് താൻ അനിന്യനാണ്. ഇതൊക്കെ തനിക്ക് പറയാനുണ്ട്, പ്രശംസിപ്പാനുണ്ട്, പുകഴാനുണ്ട്. എന്നാൽ താൻ പറയാണ്, എനിക്കിതെല്ലാം ലാഭമായിരുന്നു. എനിക്കിതെല്ലാം എൻ്റെ സ്വന്തം വകയായിരുന്നു. എൻ്റെ കഴിവുകൊണ്ട് നേടിയതുണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് നേടിയതുണ്ട്. എന്നാൽ എനിക്ക് ജന്മനാ കിട്ടിയ, സ്വതസിദ്ധ കിട്ടിയതുമുണ്ട്. ഇതെല്ലാം സകലതും 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 നിമിത്തം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞാൻ സകലത്തെയും ചവറെന്നെണ്ണുകയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, തൻ്റെ നേട്ടങ്ങൾ, തൻ്റെ കഴിവുകൊണ്ട് നേടിയത് സകലതും താൻ ഉപേക്ഷിക്കുവാൻ തയ്യാറായി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. താൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ
കഷ്ടത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവറയെന്നെണ്ണുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ചിലത് നേടണമെങ്കിൽ, നമുക്ക് ചിലത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നിത്യത നമുക്ക് അവകാശമായി കിട്ടണമെങ്കിൽ ഈ ഭൂമിയിലെ സകലത്തെയും നാം ചപ്പും ചവറുമെന്നെണ്ണുവാൻ ഇടയായി തീരണം. നാം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയും അനുഭവിച്ചറിയണമെങ്കിൽ ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ കർത്താവ് ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് അനുഭവിച്ചറിയുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നു വെച്ച് ഹല്ലേലൂയ ഞാൻ അവൻ്റെ നിമിത്തം സകലതും ചപ്പും ചവറുമെന്നെണ്ണുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കർത്താവിന് വേണ്ടി അനുഭവിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു അപ്പോസ്തലനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. താൻ അനവധി കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, അനവധി പീഡനങ്ങളിലൂടെ കടന്നുപോയി, അനേക നിന്ദകളിലൂടെ കടന്നുപോയി. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, തൻ്റെ ജീവിതത്തിൽ ഒരു പഴയകാലമുണ്ടായിരുന്നു. താൻ പരീശനായിരുന്നു. ഹല്ലേലൂയ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനായിരുന്നു. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനായിരുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായിരുന്നു. ഇതെല്ലാം തൻ്റെ കഴിവുകൊണ്ട് താൻ നേടിയെടുത്തതാണ്. എന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ ആ കർത്താവിന് ഹല്ലേലൂയ താൻ ആനന്ദിക്കുവാൻ, താൻ സന്തോഷിക്കുവാൻ ഇടയായി തീർന്നു. താൻ പറയാണ്, വല്ല വിധേനയും ഏതു വിധേനയും എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചിട്ട് കർത്താവിനോട് കൂടെ പോകണം. അതിനുവേണ്ടി ഈ ലോകത്തിലെ സകലത്തെയും താൻ ചപ്പും ചവറുമെന്ന് എണ്ണുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേക കാര്യങ്ങൾ പുകഴുവാൻ പറയാനുണ്ട്, പ്രശംസിപ്പാൻ പറയാനുണ്ട്. എന്നാൽ കർത്താവിന് വേണ്ടി നാം എന്തും ഏതുമായി തീരുവാൻ തയ്യാറാണോ? ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ, ക്രിസ്തുവിന് വേണ്ടി താൻ ഉപേക്ഷിക്കുവാൻ, നമുക്കുള്ളതിനെ മുഴുവൻ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാണോ? നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതിനെ എല്ലാം കർത്താവിന് വേണ്ടി കളയുവാൻ നാം തയ്യാറാണോ? എങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കർത്താവ് നമ്മോട് എന്താഗ്രഹിക്കുന്നുവോ, നമ്മിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അങ്ങനെയായി തീരുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരണം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യേശു കർത്താവ് അവിടെ പറയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഹല്ലേലൂയ. ജീവനെ നഷ്ടപ്പെടുത്തിയാൽ, നമ്മുടെ ആത്മാവിനെ നാം നഷ്ടപ്പെടുത്തിയാൽ, ഈ ഭൂമിയിൽ നമുക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞാൽ നമുക്കൊരു പ്രയോജനവുമില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് പറഞ്ഞു, മരണപര്യന്തം
സ്വസ്ഥനായിരിക്കുക, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. മരണപര്യന്തം നമ്മുടെ അവസാന ശ്വാസത്തോളം നാം കർത്താവിന് വേണ്ടി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ ഹല്ലേലൂയ കർത്താവിനോടൊപ്പം ആയിത്തീരുവാൻ ഇടയായി തീരുകയുള്ളൂ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം അത് മറന്ന് പോകരുത്. നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഈ ലോകം കൊണ്ട് തീർന്നു പോകുന്നതാണ്. ഈ ലോകത്തിൽ സകലതും നഷ്ടമായി പോകുന്നതാണ്. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി നാം ഓടുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുകയാണെങ്കിൽ, ഈ ലോകത്തിലെ സകലതിനെയും ചപ്പും ചവറും നിണ്ണുവാൻ നാം തയ്യാറായി തീർന്നാൽ ദൈവകാര്യങ്ങളിൽ നാം കൂടുതൽ പ്രയോജനപ്പെടുവാൻ ഇടയായി തീർന്നാൽ നിത്യത നമുക്ക് ഉറപ്പാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം അത് മറന്നുപോലെ കർത്താവിൻ്റെ കൂടെ നാം നടന്നാൽ, കർത്താവിന് വേണ്ടി നാം ചെയ്താൽ, കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെട്ടാൽ, ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 44 മുതലുള്ള വാക്യങ്ങൾ പറയാണ്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയാണെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ നാം യുഗായുഗം അവിടെ വാഴുവാൻ പോവുകയാണെന്നുള്ള അത് മനസ്സിലാക്കിയാൽ ഈ ഭൂമിയിലേതിനെ മുഴുവനെയും നാം ചപ്പും ചവറുമെന്നെണ്ണുവാൻ ഇടയായി തീരും. എങ്ങനെയെങ്കിലും വല്ലവിധേനയും ആ കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് നാം ഓടുവാനിടയായി തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം മറന്നു പോകരുത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്കുള്ളതിനെ മുഴുവനെയും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഹല്ലേലൂയ ചപ്പൊന്നും ചവറൊന്നും വേണം, കർത്താവിൻ്റെ കൂടെ പോകുവാൻ നമുക്ക് ഒരുങ്ങാം. ഈ കാരാഗ്രഹത്തിൻ്റെ മധ്യത്തിലും അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ചങ്ങല കയ്യിലുള്ളപ്പോഴും താൻ പറയുകയാണ്, എപ്പോഴും സന്തോഷിക്കണം, എപ്പോഴും കർത്താവിന് വേണ്ടി നാം നിൽക്കണം. എന്നിട്ട് അപ്പോസ്തലൻ പറയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വലിയ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്ന അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ക്രിസ്തീയ ഹല്ലേലൂയ മക്കൾക്ക് വേണ്ടി, പുതിയ നിയമസഭയ്ക്ക് വേണ്ടി അനേക ലേഖനങ്ങൾ എഴുതുവാൻ കർത്താവ് തന്നെ ഉപയോഗിച്ചു. താൻ കടന്നുപോയ ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോഴും താൻ ആയിരിക്കുന്നതും താൻ കടന്നു പോകുന്നതും അനേക നിന്ദകളിലൂടെയാണ്, അനേക കഷ്ടങ്ങളിലൂടെയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിലാണ് നമുക്ക് വേണ്ടി, ക്രിസ്തീയ മക്കൾക്ക് വേണ്ടി ഈ ലേഖനങ്ങളൊക്കെ എഴുതുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചത്. അതിൻ്റെ നടുവിലും പറയാണ്, കർത്താവിൽ സന്തോഷിപ്പിൻ. ഒടുവിലെൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് താൻ പറയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും, നമ്മുടെ ജീവിതത്തിലെ പീഡനങ്ങളും ഇതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് കർത്താവിന് വേണ്ടി നാം കൊടുത്തിരിക്കുന്നത്? നാം സന്തോഷത്തോടെയാണോ ഇതെല്ലാം സഹിക്കുന്നത്? കർത്താവ് സകലതും അറിയുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം കൊടുത്ത കഴിവുകളെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി താൻ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് താൻ
4 ലേഖനങ്ങൾ എഴുതുവാനിടയായി തീർന്നു. സ്തോത്രം, ഹാലില. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം, ആ കർത്താവിന് വേണ്ടി നമുക്ക് ഓടാം, നിത്യതയ്ക്ക് നമുക്ക് അവകാശികളായി തീരാം. അതിനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവേ. അപ്പന് വേണ്ടി ഹാലിൽ ചിലതൊക്കെ സഹിക്കുവാൻ, ചിലതൊക്കെ നഷ്ടം എണ്ണുവാൻ, ഛേദമെന്നെണ്ണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.